സ്പൈസി എന്ന ഷോയ്ക്ക് വേണ്ടിയായിരുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ളത്. നീണ്ട 5 വർഷങ്ങൾ കൊണ്ട് 250ഓളം എപ്പിസോഡുകളാണ് പിന്നിട്ടിട്ടുള്ളത്. ഇതിൽ ഒരുപാട് നഗരങ്ങൾ, ഗ്രാമപ്രദേശങ്ങൾ, മലകൾ, കാടുകൾ എല്ലാം ചുറ്റി സഞ്ചരിച്ചായിരുന്നു എൻ്റെ യാത്ര. ഹോട്ട് ആൻഡ് സ്പൈസി എന്ന ഈ ഷോ ഇനി മുതൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന പുതിയൊരു രൂപത്തിലാണ്. ഭക്ഷണത്തെ ഒരുപാട് സ്നേഹിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ എല്ലാവരും. അതുകൊണ്ട് തന്നെ രുചികരമായ ഭക്ഷണങ്ങൾ വിളമ്പുന്ന രുചിയിടങ്ങൾ തേടിയാണ് ഇനിയുള്ള എൻ്റെ യാത്ര. 101 രുചിയിടങ്ങൾ. ഇന്ന് 101 രുചിയിടങ്ങളുമായിട്ട് ഞാൻ എത്തിയിരിക്കുന്ന ഇടം എന്ന് പറയുന്നത് ആലങ്കോട് ജംഗ്ഷൻ ആണ്. വളരെ തിരക്കേറിയ ഈ ജംഗ്ഷനിൽ ഞാൻ ഇങ്ങനെ ഒച്ചത്തിൽ വർത്താനം പറയുന്നെങ്കിൽ അതിനൊരു റീസൺ ഉണ്ട്. കാരണം ഞാൻ രുചി തേടിയ ഈ സ്ഥലത്ത്, അതായത് ആലങ്കോട്ടിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സെൻട്രൽ ഹോട്ടലിലേക്കാണ് ഇന്ന് ഞാൻ പോകുന്നത്. കുറേ സെൻട്രൽ ഹോട്ടലുണ്ട്. ഓൾഡ് സെൻട്രൽ ഹോട്ടലുണ്ട്, ന്യൂ സെൻട്രൽ ഹോട്ടലുണ്ട്, അല്ലാണ്ട് വെറും സെൻട്രൽ ഹോട്ടൽ എന്ന് പറഞ്ഞ പേരുള്ള ഹോട്ടലും ഉണ്ട്. ഇത് മൂന്നും ഒരാളുടെ തന്നെയാണ്. അവിടെ ആദ്യം പോകുന്നത് ഓൾഡ് സെൻട്രൽ ഹോട്ടലാണ്. കാരണം അവിടെയാണ് മട്ടൻ്റെ വെറൈറ്റി കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പോയാലോ? ഓൾഡ് സെൻട്രൽ ഹോട്ടൽ വാ. ഞാൻ തപ്പിയ സ്ഥലം എത്തിയിരിക്കുകയാണ്. ഇതാണ് ഓൾഡ് സെൻട്രൽ ഹോട്ടൽ. അപ്പോൾ നമുക്ക് ഇവിടെ ചേട്ടനോട് തന്നെ ചോദിച്ചറിയാം ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ്. നമസ്കാരം. എൻ്റെ പേരെങ്ങനെയാണ്? ഹാഷിം. ഓക്കെ ചേട്ടാ, ഈ ഹോട്ടൽ എത്ര വർഷമായി തുടങ്ങിയിട്ട്? 32 വർഷം. 32 വർഷമായി. ഈ സ്ഥലത്ത് തന്നെയായിരുന്നു? അതെ, ഇവിടെ തന്നെയായിരുന്നു. ആദ്യം ചെറിയൊരു കടയായിരുന്നു. ഇത് ചെറിയ, പിന്നെയാണ് ഇത് റെനോവേറ്റ് ചെയ്തത്. ഞാൻ അവിടുത്തെ പുതിയ ഹോട്ടലിൽ പോയിരുന്ന് കഴിക്കുമ്പോഴും എൻ്റെ അപ്പം പറയുന്നത് ഇവിടുത്തെ മട്ടൻ കറിയാണ്. അപ്പോൾ ഇവിടുത്തെ മട്ടൻ കറിയാണ് ഏറ്റവും ഫേമസ്. തുടങ്ങിയ സമയത്ത് മട്ടൻ തന്നെയായിരുന്നു? അതെ, തുടങ്ങിയ സമയത്ത് മട്ടനായിരുന്നു. ഓക്കെ, മട്ടൻ്റെ കൂടെ എന്തായിരുന്നു? പൊറോട്ട അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു ഐറ്റംസ്? പൊറോട്ട, അപ്പം, ഉറട്ടി, ഇടിയപ്പം. ഇടിയപ്പം. ഓക്കെ, മട്ടൻ കറി അല്ലാണ്ട് വേറെ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? കറി അല്ലാതെ മട്ടൻ റോസ്റ്റ് ഉണ്ട്, മട്ടൻ ലിവർ ഉണ്ട്, മട്ടൻ സൂപ്പ്. മട്ടൻ സൂപ്പ് അത് അന്നും ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, അതിപ്പോഴും ഉണ്ട്. അതാണ് നമ്മുടെ ഫേവറേറ്റ്. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ആൾക്കാർ ഇതിനു വേണ്ടി ഇങ്ങനെ വരും. ഈ കട തുടങ്ങി വെച്ചതാരാ? കട തുടങ്ങി വെച്ച ഫാദറാണ്. ഓക്കെ, ഫാദറിന്റെ പേര്? ഫാദറിന്റെ പേര് ഹുസൈൻ. ഓക്കെ, അത് ഇപ്പൊ എത്ര അടുത്തുണ്ട് നമ്മുടെ സെന്ററിൽ? ഇപ്പൊ ഒരെണ്ണം ഇതിന്റെ ഓപ്പോസിറ്റ് അവിടെ ഉണ്ട്, അപ്പുറത്ത് വരെ ഉണ്ട്. ഓക്കെ, അങ്ങനെ ഇപ്പൊ 3 ഷോപ്പ് ഉണ്ട്. ഇവിടെയാണോ ഏറ്റവും കൂടുതൽ തിരക്കെന്ന് എനിക്ക് തോന്നുന്നു? ഇവിടെയാണ് എപ്പോഴും തിരക്ക്. ഇപ്പൊ ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് എങ്ങനെയാ, പാഴ്സലാണോ ഏറ്റവും കൂടുതൽ? ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് പാഴ്സലാണ് കൂടുതലും പോകുന്നത്. ഓക്കെ, അല്ലാണ്ട് ഇരുന്ന് കഴിക്കുന്ന ആൾക്കാർ ഇപ്പൊ തിരക്ക് കുറവാണ്. പാസഞ്ചേഴ്സ് കുറവായതുകൊണ്ട് കസ്റ്റമർ വളരെ. ഇവിടെ ഇപ്പോഴും എനിക്ക് തോന്നുന്നു പഴയ പോലെ മട്ടന്റെ ഐറ്റംസ് മാത്രമേ ഉള്ളൂ, അതോ പുതിയ ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? പുതിയ ഐറ്റം ഇപ്പം ആൾക്കാർ ഇങ്ങനെ വന്ന് നിരന്തരം യാത്രക്കാർ വരുമ്പോഴത്തേക്ക് 10 പേര് മട്ടൻ കഴിക്കുമ്പോഴത്തേക്ക് ഒരാൾ ബീഫ് ചോദിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ അവരെല്ലാം കൂടെ ഒഴിവായി. അല്ല, പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മുടെ അവിടെ സെന്ററിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഷവർമ, ഗ്രില്ല്, അങ്ങനത്തെ ബാക്കി നമ്മുടെ ന്യൂജന് വേണ്ട എല്ലാ ഐറ്റംസും അപ്പുറത്ത് കിട്ടും. അവിടെയൊക്കെ ഞാൻ സ്ഥിരം കയറി കഴിക്കുന്നതാണ് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക്. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, ഇവിടെ ഇപ്പോഴും പഴയ പോലെ തന്നെ മട്ടൻ മാത്രമേ ഉള്ളൂ? അതുകൊണ്ട് കുറച്ച് ബീഫ് റോസ്റ്റും, ചിക്കൻ ഫ്രൈ, ചിക്കൻ ബിരിയാണിയൊക്കെ. എന്നാലും ആവശ്യക്കാർ കൂടുതലും മട്ടന് വേണ്ടി തന്നെ മെയിൻ ആയിട്ട്. ഞാനും തപ്പി വന്നത് ഈ എൻ്റെ അപ്പം പറഞ്ഞ മട്ടൻ കഴിക്കാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, അപ്പൊ എനിക്ക് വേണ്ടത് ഇവിടുത്തെ മട്ടൻ കറിയും വേണം, മട്ടൻ റോസ്റ്റും വേണം. ഞാൻ കിച്ചണിൽ പൊക്കോട്ടെ? സാധാരണ ആൾക്കാർ കഴിക്കാതിരുന്നോട്ടെ എന്നാ ചോദിക്കുന്നത്. ഞാൻ കിച്ചണിൽ പൊക്കോട്ടെ എന്നാ ചോദിക്കുന്നത്. കിച്ചണിൽ അവിടെ ആരുണ്ടാവാ? അവിടെ ഷെഫ് ഉണ്ട്. പിന്നെ ഷെഫ് ഇല്ലാത്ത സമയങ്ങളിൽ നമ്മൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യും. നമുക്ക് ഈ 4 മക്കളുണ്ട്. 4 പേർക്കും. എന്താ 4 പേരുടെ പേരെന്താ? എൻ്റെ പേര് ഹാഷിം, നേരെ ഇളയ നിസാം, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന റഹീം, പിന്നെ വേറെ സഹോദരിയാണ്. സഹോദരിയുടെ മക്കളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഞാൻ വഴിയെ പരിചയപ്പെടാം. കിച്ചണിലേക്ക് ഞാൻ പോകാം. ഓക്കെ, ശരി. അപ്പോൾ ഞാൻ സെൻട്രൽ ഹോട്ടലിന്റെ കിച്ചണിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞാനിവിടെ കിച്ചണിൽ വന്നു കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ ഷെഫായിട്ട് നിൽക്കുന്ന ഈ കടയുടെ മുതലാളി തന്നെയാണ്. എന്താണ് മുതലാളി പേര്? റഹീം. ചേട്ടനാണോ സാധാരണ കുക്ക് ചെയ്യുന്നത്? സ്റ്റാഫുകളില്ലാത്ത ഞാൻ തന്നെ ചെയ്യുന്നു. ആണ്. ഓക്കെ, നമ്മൾ ഇന്ന് എന്താണ് കുക്ക് ചെയ്യാൻ പോകുന്നത്? മട്ടൻ ലിവർ, മട്ടൻ റോസ്റ്റ്, മട്ടൻ കറി എല്ലാം കുക്ക് ചെയ്യും. ഞാൻ വിചാരിച്ചു വെറുതെ വന്നിട്ട് കുറച്ച് മട്ടൻ റോസ്റ്റ് മാത്രം കുക്ക് ചെയ്തിട്ട് പോകും എന്നാണ് വിചാരിച്ചത്. എല്ലാ ഐറ്റംസും ചെയ്യും. അടിപൊളി. അപ്പൊ എന്തായാലും ഇന്ന് നമുക്ക് ഈ കടയുടെ ഓണർ തന്നെ നമുക്ക് വേണ്ടി കുക്ക് ചെയ്ത് തരാൻ പോവാണ്. അപ്പൊ പ്രേക്ഷകർക്ക് കിട്ടുന്ന ഒരു എക്സ്ക്ലൂസീവ് എപ്പിസോഡ് തന്നെ ഞാൻ പറയാൻ പോവുകയാണ്. നമ്മൾ ഈ മട്ടൻ റോസ്റ്റിനും മട്ടൻ കറിക്കും
ലിവറും പിന്നെന്താ ലിവർ പിന്നെ പോട്ടി തോരനുണ്ട്. ഇതിനെല്ലാം ഒരേ ഇൻഗ്രീഡിയൻസ് ആണോ വേണ്ടത്? പല ഐറ്റംസ് ആണ്. പക്ഷെ ഇതിൽ മെയിൻ ആയിട്ട് വേണ്ട ഇഞ്ചി വെളുത്തുള്ളി സവാള സെയിം തന്നെ ആയിരിക്കും. സവാള ഓൾറെഡി ഇതാ ഇവിടെ വഴറ്റി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇനി ബാക്കി കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. അവിടെ വെച്ചാൽ ഈ ബാക്കി ഇൻഗ്രീഡിയൻസ് ഈ ഇരിക്കുന്ന ഇൻഗ്രീഡിയൻസ് അല്ലേ? സോ ബാക്കി ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് തക്കാളി ഉണ്ട്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ബാക്കി കറി പൗഡേഴ്സും കാര്യങ്ങളും, എണ്ണ. ഞാൻ മാറിത്തരാം. എന്ത് സന്തോഷം. ഇല്ലില്ല, ആള് വേണ്ടേ? ഞാൻ നിക്കണോ പോണോ? ഞാൻ വിചാരിച്ചു ഞാൻ അവിടെ പോയി ഇരുന്നിട്ട് ഇവിടെ എല്ലാം കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് ചേട്ടൻ പ്രേക്ഷകരായിട്ട് സംസാരിച്ചെല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ട് കുക്ക് ചെയ്തോ. കാരണം ഞാൻ ഇവിടെ നിന്നിട്ട് വലിയ കാര്യമില്ല, ഇടക്കൊന്നും കരിഞ്ഞു പോവുള്ളൂ ഞാൻ ഇളക്കി കഴിഞ്ഞാലും. അപ്പൊ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇത്രയും കാര്യങ്ങളാന്ന് പറഞ്ഞു. ഇനി എല്ലാം കറക്റ്റ് ആയിട്ട് പറഞ്ഞ് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാം. നിങ്ങൾ പേപ്പറും പേനയൊക്കെ എടുത്ത് റെഡി ആയിട്ട് നിന്നു. ഓക്കെ. മട്ടൻ കറി കഴിക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിക്കുന്ന ഫസ്റ്റ്. വെളുത്തുള്ളി, കുറച്ച് തക്കാളി, കുറച്ച് പച്ചമുളക്, വാട്ടിയ ഉള്ളി ചേർക്കും. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നു. മട്ടൻ തട്ടുന്നു. പെരിഞ്ചീരപ്പൊടി, കാശ്മീരി ചില്ലിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. മല്ലിപ്പൊടി, മസാലപ്പൊടി, ലാസ്റ്റ് ഇഞ്ചി ഇട്ടാൽ മതി. ഒരു 5 മിനിറ്റ് ഇരുന്ന് വേവണം. വീണ്ടും അടപ്പ് ഓപ്പൺ ചെയ്യുന്നു. മട്ടൻ റോസ്റ്റിന് ലാസ്റ്റിൽ കുറച്ച് കുരുമുളക് പൊടി ചേർക്കും. ലാസ്റ്റിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് സെറ്റ് ചെയ്യണം. ഇപ്പം മട്ടൻ റോസ്റ്റ് റെഡി ആയിരിക്കും. എനിക്ക് അവിടെ ഇരുന്നിട്ടുണ്ടല്ലോ, ഇതിന്റെ മണം അടിച്ചിട്ട് ഇവിടെ വരെ ഒന്ന് വന്ന് നോക്കിയിട്ട് പോകാൻ തോന്നിയില്ല, അതുകൊണ്ട് വന്നതാണ്. മട്ടൻ റോസ്റ്റ് ഇവിടെ റെഡിയായി. അടച്ചു വെച്ചോ. അങ്ങനെ മട്ടൻ റോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ സ്പെഷ്യൽ കാണാൻ പോകുന്നത് നമ്മുടെ ആലങ്കോട് ഓൾഡ് സെൻട്രൽ ഹോട്ടലിലെ ലിവർ റോസ്റ്റ്. റെഡിയാണോ? ഓക്കെ അല്ലേ? ഡബിൾ ഓക്കെ? ഡബിൾ ഓക്കെ. അപ്പോൾ ഇനി കാണാൻ പോകുന്നത് ലിവർ റോസ്റ്റ്. ആദ്യമായി വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ഫസ്റ്റ് തക്കാളി ഇടുന്നു, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത്, ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അടുത്ത് ഈ വാട്ടി വെച്ചിരിക്കുന്ന ഉള്ളി കുറച്ച് ഇതിലോട്ട് ഇടുന്നു. ചെറിയ തീയിലിട്ട് നന്നായിട്ട് വഴറ്റുന്നത്. അരിഞ്ഞു വെച്ചിരിക്കുന്ന ലിവർ എടുത്ത് ഇതിലോട്ട് ഇടാൻ. കുറച്ച് വെള്ളം ഒഴിക്കണം, അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി ഒഴിക്കുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഒരു 15 മിനിറ്റ് അടച്ചു വയ്ക്കണം ചെറിയ തീയിൽ. വീണ്ടും അടപ്പ് ഓപ്പൺ ചെയ്യണം. നന്നായിട്ടൊന്ന് ഇളകി കൊടുക്കണം. കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. പെരിഞ്ചീരകം കുറച്ചിട്ട് കൊടുക്കും. മുളക് പൊടി, കാശ്മീരി ചില്ലി, കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കും. കറി മസാല പൊടി ഇടുകയാണ്. കുറച്ച് വറ്റൽ ചതച്ച മുളക് കുറച്ച് ഇടുകയാണ്. നന്നായിട്ടൊന്ന് ഇളകി കൊടുക്കണം. കുറച്ച് വെളിച്ചെണ്ണ. മട്ടൻ ലിവർ റെഡിയാണ്. ലാസ്റ്റിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് മട്ടൻ ലിവർ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. മട്ടൻ ലിവർ റെഡി. അപ്പോൾ എന്തായാലും ഗൈസ്, ഞാനിപ്പോൾ ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇത് സ്ഥലമല്ല, ഈ ഹോട്ടലിൻ്റെ ന്യൂ സെൻട്രൽ ഹോട്ടലാണ്. ഇതാണ് ഞാൻ നേരത്തെ അവിടെ വെച്ച് ഞാൻ പറഞ്ഞില്ല ഞാൻ വരാറുണ്ടെന്നുള്ളതും ഞാൻ കഴിക്കുന്ന സ്ഥലം എന്നും പറഞ്ഞത്.
കാരണം എനിക്ക് കുറച്ചും കൂടി ഈ മട്ടനേക്കാട്ടിലും കൂടുതൽ നമ്മൾ പിള്ളേർ സെറ്റ് കഴിക്കുന്ന ഷവർമ ഗ്രിൽ ഐറ്റംസ് ഒക്കെയാണല്ലോ, അപ്പോൾ അതൊക്കെ കിട്ടുന്നതാണ് ഇവിടെ. അങ്ങനെ കുറച്ച് മുമ്പ് വരെ ഞാൻ ഹോൾഡ് സെൻട്രൽ ഹോട്ടലിലാണ് നിങ്ങൾ എന്നെ കണ്ടത്. അവിടെ നിന്ന് ഞാൻ നമ്മുടെ ചേട്ടനെയും കൊണ്ട് ഇവിടെ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ എത്താൻ വൺ ഓഫ് ദി റീസൺ ഇസ് കണ്ടോ, ഇതൊന്നല്ല, ഇതിനും കുറേ ഐറ്റംസ് ഉണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ മട്ടനിൽ ഫോക്കസ് ചെയ്തും ഇവിടുത്തെ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന ഐറ്റംസുമാണ് എൻ്റെ ടേബിളിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. നമ്മുടെ മട്ടൻ കറിയും മട്ടൻ റോസ്റ്റും ലിവർ റോസ്റ്റും എന്ത് ഇവിടെ ഉണ്ടോ? മട്ടൻ ഈ ഞല്ലി എന്ന് പറയുന്നത് എല്ല് പീസ് സ്പെഷ്യൽ ഐറ്റമാണ് ഞങ്ങൾ. പിന്നെ മട്ടൻ ലിവർ സ്പെഷ്യലാണ്. പിന്നെ കറി മട്ടൻ റോസ്റ്റ്. ബാക്കി ഇതൊക്കെ എന്താ ഐറ്റംസ്? അത് സാലഡ്, ഇത് സലാഡ്, അച്ചാറ്, മട്ടൻ ബിരിയാണി. ഓക്കെ, ഇത് മട്ടൻ ബിരിയാണിയാണ്. പിന്നെ ഇടിയപ്പം ഉണ്ട്, പൊറോട്ട ഉണ്ട്. ഇത്ര ഐറ്റംസ് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്നത്. ആറ്റിങ്ങൽ ആലങ്കോട് വന്നു കഴിഞ്ഞാൽ അവിടെ സെൻറ്ററിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഫുള്ള് സെൻറ്റർ മാത്രമേ ഉള്ളൂ. അതായത് ഒരു ഓൾഡ് സെൻറ്റർ കാണും, ന്യൂ സെൻറ്റർ കാണും, അല്ലാണ്ട് സെൻറ്റർ ഹോട്ടലും കാണും. ഈ വഴി പോകുന്നവരൊക്കെ ഈ ഹോട്ടലിനെ പറ്റി പറയാണ്ടിരിക്കത്തുമില്ല, അത്രയ്ക്കും സ്പെഷ്യലാണ്. ഇവിടെ ഫുഡ് പോലെ തന്നെയാണ് ഈ സെൻട്രൽ എന്നുള്ള പേരും ഭയങ്കര സ്പെഷ്യലാണ്. അപ്പം ഞാൻ മെല്ലെ കഴിച്ച് തുടങ്ങട്ടെ. ഇതിലെന്ത് കഴിച്ച് തുടങ്ങും ഞാൻ ആദ്യം? മട്ടൻ നെല്ലി കഴിക്കുക. നെല്ലി, എല്ലി എന്നാണോ നെല്ലി എന്നോ എങ്ങനെ എന്തോണോ പറയാം. ഞാൻ ആദ്യം ഇടിയപ്പവും പിന്നെ കൂടെ അല്ലി ആരായിരുന്നു? നെല്ലി പീസ്. നെല്ലി എന്ന് പറയും ഇവിടെയുള്ള ആൾക്കാർ. നെല്ലി പീസ് എന്ന് പറയും ഇവിടെയുള്ള ആൾക്കാർ, അങ്ങനെ പറയും. ഗ്രേവി അടിപൊളിയാണ്. ഇനി ഇത് കഴിക്കേണ്ട രീതിയിൽ ഞാൻ കഴിച്ചു നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. സൈഡ് മാംസം കടിച്ചെടുക്കണം, മറ്റേത് ഊറിയെടുക്കണം. ശ്രമിച്ചു നോക്ക്. ഇതല്ല കഴിക്കണമെന്ന് പറയുന്നത്. ഓ, അതിനകത്തുള്ള മജ്ജ. ടേസ്റ്റ് ഇല്ലേ? അയ്യോടാ, പെട്ടെന്ന് വിഴുങ്ങിപ്പോയി. പെട്ടെന്ന് അത് നോക്കിയോളൂ. പിന്നെ ഈ സൈഡിലുള്ള മാംസം അങ്ങനെ കഴിക്കുന്നത് പക്ഷേ കൊള്ളാം, അടിപൊളി. ഇത് നമുക്ക് ഈ സാധാരണ ചിക്കൻ കഴിക്കുന്നതിലൊന്നും പറ്റില്ല. ഇറ്റ്സ് നൈസ്. എനിക്ക് ഇതിൻ്റെ ഗ്രേവി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സൂപ്പർ സാധനം കേട്ടോ. ആദ്യമായിട്ട് കഴിച്ചതാണെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ വലിയ പാചകക്കാരനല്ലേ? ഞാനോ? അതാണല്ലോ, ബിക്കോസ് അവിടുന്ന് ഞാൻ വന്നപ്പം യു വേ കുക്കിംഗ് ഡേ, അപ്പൊ അതിൽ തന്നെ മനസ്സിലാക്കി. ഇത് ആരുണ്ടാക്കിയതാ? ചുമ്മാ പോടുന്നു. കണ്ടില്ലേ? കൊള്ളാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് തീർന്നു. പിന്നെ അടുത്ത എല്ലാം എടുത്തിട്ട് വേണം ഇതുപോലെ നമ്മൾ എടുക്കാൻ വേണ്ടി. വേണ്ട, ഞാൻ ഇത് ആദ്യം കഴിച്ച് തീർക്കട്ടെ. ഇത് സൂപ്പർ സാധനം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അങ്ങനെ മട്ടൻ്റെ എല്ലാവരും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഈ ബോൺ പീസ് അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക എല്ലിൻ്റെ ഭാഗമാണ് ഞാനിപ്പോൾ കഴിച്ചത്. അത് ടേസ്റ്റ് ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു. ഇനി എനിക്ക് കഴിക്കേണ്ടത് റോസ്റ്റ്. ഈ മട്ടൺ റോസ്റ്റും ഈ എല്ലിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതിൻ്റെ മസാല ഓൾമോസ്റ്റ് സെയിം ആയിരിക്കില്ലേ? പീസിന്റെ വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. എടുക്കുന്നതാണോ? അല്ല, മട്ടൺ. ഓക്കെ. അയ്യോ, ഇതിൽ പീസ് ഇല്ല. പീസിലുണ്ടല്ലോ. കൊള്ളാം. ഇതിന്റെ ഗ്രേവിക്ക് കുറച്ചും കൂടെ എനിക്ക് ടേസ്റ്റ്. ഇതിന് സോസ് വല്ല ആഡ് ചെയ്യുന്നുണ്ടോ? ലൈവായിട്ട് കണ്ടു, പക്ഷെ എന്നാലും കുറച്ചുകൂടെ ഗ്രേവിക്ക് ഒരു എന്താ പറയുക, ഇതിന്റെ ടേസ്റ്റിനെക്കാട്ടിലും കുറച്ചുകൂടെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് ചോദിച്ചതാ. ഈവൻ പീസസും നല്ല രസമായിട്ടുണ്ട് തന്നെയുണ്ട്, നന്നായിട്ട് കുക്കായിട്ടുണ്ട് പീസസും. അടിപൊളി. ഈ ഗ്രേവിൻ്റെ ടേസ്റ്റ് അല്ല മസാലേൻ്റെ ടേസ്റ്റ് ആട്ടോ വീണ്ടും വീണ്ടും നമുക്കിങ്ങനെ കഴിക്കാൻ തോന്നിപ്പിക്കുന്നത്. ഇന്നെന്താ ടേസ്റ്റ് ചെയ്യേണ്ടത്? ഞാൻ മട്ടൻ ലിവർ ഫ്രൈ റോസ്റ്റ്. എൻ്റെ ഐശ്വര്യമുള്ള കൈ കൊണ്ട് തന്നെ എടുത്തത്. ഓക്കെ. അടിപൊളി ടേസ്റ്റ്, സൂപ്പർ. ഇത് റോസ്റ്റാന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫ്രൈ ചെയ്യുന്നൊരു ഫീലിംഗ് തോന്നുന്നുണ്ട്. സൂപ്പർ ടേസ്റ്റ്. ഒരുപാട് മസാലയുടെ ഒരു കുത്തലും ഇല്ല, ഒരുപാട് ഗ്രേവിഷും അല്ല, ഒരു സ്റ്റാർട്ടർ പോലെയൊക്കെ കഴിക്കാൻ പറ്റുന്ന പോലെ ഉണ്ട്. അടിപൊളി ടേസ്റ്റ്. എനിക്കിത് പൊറോട്ട ആട്ടോ ഞാൻ കോമ്പിനേഷൻ. ഈ ലിവർ കുക്ക് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും. അരമണിക്കൂർ മതി. ലിവർ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? പ്രത്യേകിച്ച് അടി പിടിക്കാതെ നോക്കിക്കോളൂ, മുട്ടിൽ പിടിക്കാതെ നോക്കിക്കോളൂ.
അങ്ങനെ ഓൾഡ് സെൻട്രൽ ഹോട്ടലിലെ മട്ടൺ വെറൈറ്റി ഐറ്റംസ് ആണ് ഞാനിവിടെ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് മട്ടൺ റോസ്റ്റാണ്. കാരണം ഞാൻ കുറച്ചുകൂടെ റോസ്റ്റിൻ്റെ ഒരു വലിയ ഫാൻ ആയതുകൊണ്ട് എനിക്ക് റോസ്റ്റ് ഇഷ്ടപ്പെട്ടു. ലിവർ ഞാൻ ആദ്യമായിട്ടാണ് ടേസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ മസാല എനിക്ക് ഇഷ്ടപ്പെട്ടു, കാരണം അതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഇതിലൊക്കെ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ആയിട്ടും എനിക്ക് എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു കാര്യം ഈ പറയുന്ന എല്ല് കഴിച്ചതാണ്. കാരണം സ്പെഷ്യലി എൻ്റെ അടുത്ത ചേട്ടൻ പറഞ്ഞു അതിൻ്റെ നടുഭാഗത്ത് നിന്ന് ഇങ്ങനെ ഇതെടുത്താലേ അതിൻ്റെ ആ ഒരു മജ അതല്ലേ പറയാം, അത് കിട്ടാന്ന് പറഞ്ഞു. ഓ വട്ടെ. ഇനി എനിക്ക് ടേസ്റ്റ് ചെയ്യേണ്ടത് മട്ടൻ കറിയാണ്. അടിപൊളി മട്ടൻ കറി, ഒരു രക്ഷയില്ല. സൂപ്പർ ടേസ്റ്റ് എന്ന് വെച്ചാൽ സൂപ്പർ ടേസ്റ്റ്. ഇതിപ്പോൾ റോസ്റ്റ് മട്ടൻ കറിയും തമ്മിൽ എനിക്ക് കൺഫ്യൂഷനായി. കാരണം ആരെയും ഞാൻ ബെസ്റ്റ് എന്ന് പറയുന്നുള്ള കൺഫ്യൂഷനായി. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ അപ്പൻ്റെ അവസ്ഥ എന്തായിരിക്കും അറിയോ? എന്നെ കൂട്ടാണ്ട് അവൾ ഒറ്റയ്ക്ക് പോയി അവിടുന്ന് കഴിച്ചിരുന്നു. അപ്പൻ എൻ്റെ അടുത്ത് എപ്പോഴും പറയുന്നതാണ് നിങ്ങളുടെ ഓൾഡ് സെൻട്രൽ ഹോട്ടലിലെ മട്ടൻ കറിയുടെ കാര്യം. മസ്റ്റ് ട്രൈ ആട്ടോ നിങ്ങൾ എല്ലാവരും. നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഇവിടെയും ഈ സെയിം അവിടെ ഉണ്ടാക്കുന്ന സെയിം തന്നെയല്ലേ ഇവിടെ കിട്ടുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഇനി പോകുമ്പോൾ ഈ വഴി ട്രാവൽ ചെയ്യുമ്പോൾ ആറ്റിങ്ങൽ കഴിഞ്ഞ് ആലംകോട് എന്ന് പറയുന്ന സ്ഥലത്ത് ആരോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, വരുമ്പോൾ തന്നെ നമുക്ക് ബോർഡും കാര്യങ്ങളും കാണാം. ഓൾഡ് സെൻട്രൽ ഹോട്ടലാണെങ്കിൽ വിൽ ബി ടു യുവർ റൈറ്റ് സൈഡ്, അങ്ങോട്ടേക്ക് ആറ്റിങ്ങൽ അങ്ങോട്ട് പോവുകയാണെങ്കിൽ. ന്യൂ ആണെങ്കിൽ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ തന്നെയായിരിക്കും. കാർ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. ഇവിടെ വന്നിട്ട് മട്ടനാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഐറ്റംസ്. മട്ടൻ അല്ലാതെ ബാക്കി എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ കിട്ടും. ബിരിയാണി ഐറ്റംസ് എല്ലാം ബിരിയാണി ഐറ്റംസ് എല്ലാം ഉണ്ട്. മട്ടൻ ബിരിയാണി എനിക്ക് വേണ്ടി അവിടെ കാത്തിരുന്ന് എന്നെ നിങ്ങൾക്ക് ചിരിക്കുന്നുണ്ട്. അതിനെ കൂടെ വിഷമിപ്പിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ അത് മൊത്തം കഴിക്കാനുള്ള വയർ എൻ്റെ കയ്യിലില്ല. കുറച്ച് മാത്രം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാം കേട്ടോ, അതിൻ്റെ പീസ് ഉൾപ്പെടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഓ, ബിരിയാണിയൊക്കെ കഴിച്ച കാലം മറന്നുപോയി. അപ്പോൾ ഈ മട്ടൻ ബിരിയാണിയും കൂടെ കഴിക്കുമ്പോഴത്തേക്കും സൂപ്പർ. ബിരിയാണി പൊളിച്ചു കേട്ടോ, വേറെ ലെവല്. ബിരിയാണി ഒരു രക്ഷയും കേട്ടോ. സൂപ്പർ ബിരിയാണി വെച്ചാൽ സൂപ്പർ ബിരിയാണി. ഞാൻ തീർത്ത് ബിരിയാണി. ബാക്കി എല്ലാ സാധനവും ഞാൻ അവിടെ ഇവിടെയൊക്കെ കുറച്ച് വെച്ചില്ലേ. ഇതിൻ്റെ എല്ലാം നമുക്ക് അങ്ങനെയൊന്നും കഴിക്കാൻ പറ്റില്ല. ചുമ്മാ ഇങ്ങനെ എടുത്ത് കടിച്ച് തന്നാൽ പോരാ. ഇതാരാ ഈ വരുന്നത്? മന്തി വന്നിട്ടുണ്ട്, കുഴിമന്തി. ഇത് ഞാൻ കഴിക്കണോ? ഓ, ഒറിജിനൽ കുഴിമന്തിയാണ്. ഒറിജിനലാണ് 916. കണ്ടില്ലേ ആ കോഴി കുഴിയിലുണ്ടാക്കിയ കുഴിമന്തി ഒറിജിനൽ സാധനം. ഇതിന്റെ അകത്ത് മുട്ടയുണ്ടോ? ഇതിന്റെ അകത്ത് മുട്ടയുണ്ടോ? മുട്ട ഇട്ട് കഴിഞ്ഞതാണ്. അങ്ങനെയല്ലേ ചോദിച്ചത്. ഇതിന്റെ ഉള്ളിൽ സാധാരണ ഇങ്ങനെ ഞാൻ മുട്ടയിട്ട കോഴീനെ പിടിച്ച് ഇറച്ചിയാക്കിയത്. കുഴിമന്തി കൂടെ ടേസ്റ്റ് ചെയ്യാല്ലേ? എന്നെ കണ്ടാ പറയില്ലല്ലോ ഞാൻ ഇത്രയും കഴിക്കും. ഞാൻ ആരുടെ പറയില്ല. ടേസ്റ്റ് ഉണ്ടോന്ന് ചോദിച്ചില്ലേ? ഞാൻ ഇപ്പൊ ടേസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ടേസ്റ്റ് ഉണ്ടാകാത്ത സെറ്റാക്കി എടുക്കും. ഒന്നും കൂടിയോ? എങ്ങനെയാണ് ടേസ്റ്റിൽ സെറ്റാക്കി എടുക്കുക അതൊന്നും എനിക്ക് പറഞ്ഞു. മാക്സിമം ചെയ്തേക്കാം. പൊളി സാധനം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈവൻ ഇതിൻ്റെ ആണെങ്കിലും ആ ടെൻഡർ പീസൊക്കെ ഭയങ്കര നന്നായിട്ട് തന്നെയാണ് കുക്കായി വന്നിരിക്കുന്നത്. ആൻഡ് കോമ്പിനേഷൻ ഇവിടെ മയോയും. ഇത് എന്ത് ചട്നിയാണ്? ടൊമാറ്റോ ചട്നിയാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു അത് കുഴിമന്തിയുടെ കൂടെ ഉള്ളതല്ലേ? സൂപ്പർ ടേസ്റ്റ്. ഇതൊരു പ്ലേറ്റ് ആണോ? ഫുൾ പ്ലേറ്റ് ആണ്. ഇത് എത്ര പേർക്ക് കഴിക്കാനുള്ളത്? 6 പേർക്ക് മാക്സിമം. 6 പേർ. നന്നായി കഴിക്കും. പിന്നെ സെക്കൻഡ് റൈസ് കൊടുക്കും. റൈസ് വീണ്ടും എക്സ്ട്രാ വേണമെങ്കിൽ കൊടുക്കും. ഓക്കെ, ഇതിപ്പോൾ ഒരു പ്ലേറ്റ് കുഴിമന്തിയാന്ന് പറഞ്ഞു 6 പേർക്ക് കഴിക്കാൻ പറ്റും. ഇതിൻ്റെ കോസ്റ്റ് എങ്ങനെയാണ്? ഇതിൻ്റെ പ്രൈസ് 650 രൂപ. 6 പേർക്ക്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ വരുവാണെങ്കിൽ നൈസായിട്ട് ഇത് കഴിച്ചിട്ട് പോവാം. അടിപൊളി കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ മയോയും ഈ ചട്നിയും കൂടെ ഉള്ള കോമ്പിനേഷൻ കൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും സൂപ്പർ ടേസ്റ്റ്. ഒരു വയറ്റിൽ എന്തൊക്കെയാണ് കിടക്കുന്നത്? ഇടിയപ്പം, പൊറോട്ട, മട്ടൻ റോസ്റ്റ്, ലിവർ റോസ്റ്റ്, മട്ടൻ കറി, എല്ല്, പിന്നെ മട്ടൻ ബിരിയാണി, കുഴിമന്തി, മയോണൈസ്, ചട്നി. പോരെ, ഒന്ന് നിർത്താവോ? ഓ മൈ ഗോഡ്. ഇനി എന്താ ഇവിടുത്തെ സ്പെഷ്യൽ?
സ്പെഷ്യൽ ഐറ്റംസ് ഇനി ആയി വരുന്നേ ഉള്ളൂ. മതി, മെല്ലെ മതി. 12 മണി വരെ അടുത്ത ഐറ്റംസ് ഒരു തിടുക്കില്ല. ഞാൻ പോയിട്ട് പിന്നെ ഒരു ദിവസം വന്നിട്ട് ഞാൻ ഇനി വീണ്ടും കഴിച്ചോളാം ഇവിടുന്ന്. അപ്പോഴത്തേക്ക് നമുക്ക് വേറെ വെറൈറ്റി സ്പെഷ്യൽ ആയിരിക്കും. ആയിക്കോട്ടെ. കാരണം 101 രുചിയിടങ്ങളാണല്ലോ ഞാൻ തപ്പുന്നത്. ഇല്ലില്ല മതി. ഇതിന്റെ വയറ് പുള്ളിക്ക് വിഷയപ്പെടുന്നു. ന്യൂ സെൻട്രൽ ഹോട്ടലിൽ ഇവിടെ നോക്കി നടത്തുന്ന ആഷിഖാണ്. ഹായ് ആഷിഖ്, എന്തൊക്കെയാണ് വിശേഷം? സുഖമായിട്ട് പോകുന്നു. ആണോ? ഞാൻ എനിക്കൊന്ന് ആഷിഖിനെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ വരുമ്പോൾ ആഷിഖിനെ കണ്ടിട്ടുണ്ട്. വേറെ ഒരാളും കൂടി ഇല്ലേ? ബ്രദറാണ്. ബ്രദർ ഇപ്പം ഓൾഡ് സെന്ററിലോട്ട് പോയിരിക്കുന്നു. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ്? നമ്മൾ രണ്ടുപേരാണ് ഇപ്പോൾ ഇവിടെ നോക്കുന്നത്. ആഷിഖിന്റെ ബ്രദറിന്റെ പേരെന്താ? ഹാഷിഫ്. ഹാഷിഫ്. ഓക്കെ, അപ്പോൾ ആഷിഖും ഹാഷിഫാണ് ഇവിടെ നോക്കുന്നത്. ഇവിടെ ഈ പറയുന്ന മട്ടൻ്റെ ഐറ്റംസ് കിട്ടുമെങ്കിലും കുറച്ചും കൂടി ന്യൂ സെൻട്രൽ ഹോട്ടൽ ആയതുകൊണ്ട് നമ്മുടെ പുതിയ സാധനങ്ങൾ ചൈനീസ് ആയിക്കോട്ടെ, ഗ്രിൽ ആയിക്കോട്ടെ, അറബിക് എല്ലാം ഇവിടെ അവൈലബിൾ. പാർസൽ സർവീസ് ഇവിടെയുണ്ട്. പാർസൽ സർവീസും ഉണ്ട്, ഡൈനിങ്ങും ഉണ്ട്, എല്ലാം. ഹോട്ടൽ നമ്മുടെ ഓൾഡ് സെന്ററിനെക്കാട്ടും കുറച്ചും കൂടെ വലുതുമാണ്, കുറച്ചും കൂടെ ഓക്യുപ്പൻസി ഉള്ളൊരു. അതെ അതെ, സീറ്റിംഗ് കപ്പാസിറ്റി അതിനെക്കാട്ടും കുറച്ച് കൂടുതലാണ് ഇവിടെ. അല്ലല്ല, അത് എല്ലാം സെയിം തന്നെയാണ്. ഒരാൾ തന്നെയാണ്. ഗ്രാൻഡ് ഫാദർ ആണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഒരു 30-35 വർഷം. മൂന്നാമത്തെ തലമുറയാണ് നമ്മൾ, ജനറേഷൻ ആണ്. നിങ്ങൾക്ക് സാധാരണ ഈ ഹോട്ടൽ ഫീൽഡിലേക്ക് വരുന്നതിന് വരെ വേറെ കുറെ ഐഡിയ, ഇപ്പം ലൈക്ക് നമ്മളൊക്കെ ഒരേ ജനറേഷനിലാവുമ്പോൾ നമുക്ക് വേറെ കുറെ ഐഡിയാസ് ആയിരിക്കും. ഹൗ കം യു ഡിസൈഡ് ശരി ഇത് നോക്കി നടത്താം എന്നുള്ളൊരു ഇതിന്റെ പേരാണോ അല്ലെങ്കിൽ ആ ഒരു തലമുറയായിട്ട് വരുന്നു അങ്ങനെയാണ് ഉണ്ടാക്കി തന്ന ഒരു പേര് ഇപ്പോഴും നമ്മൾ അത് നിലനിർത്തി തലമുറകളാണ് കൈമാറി അങ്ങനെ കൈമാറി വന്നതാണ്. ഇപ്പൊ ആലങ്കോട് തന്നെ 3 ബ്രാഞ്ചാണ് നിങ്ങളുടെ, എല്ലാം അടുത്തടുത്താ. പക്ഷെ ഇത് അല്ലാണ്ട് കുറച്ച് വേറെ ഏതെങ്കിലും സ്ഥലത്ത് പ്ലാൻ ചെയ്യുന്നുണ്ടോ, അതോ ഉണ്ടോ? ഇപ്പോഴും അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്യുന്നില്ല. കഴക്കൂടം സൈഡിലോട്ട് നോക്കുന്നുണ്ട്. വേഗം പ്ലീസ്. എന്തായാലും ഇനി അവിടെ വരാൻ പറ്റും. അവിടെ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണ്, ഇത്രയുടെ വരെ വരണ്ടല്ലോ. ഓക്കെ, പ്ലാനിങ്ങിലുണ്ട്. അപ്പോൾ അത് കുറച്ച് ഒരു 2-3 വർഷത്തിനുള്ളിൽ പ്ലാൻ ചെയ്യാനുള്ള ഒരു ഇത് പ്ലാനിലുണ്ട്, മനസ്സിലുണ്ട്. ഇപ്പം കൊറോണയൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ഒന്ന് പ്ലാൻ ഒന്ന് കുറച്ച് ഇത് ഡ്രോപ്പ് ചെയ്ത് വെച്ചേക്കുവാണ്. പ്ലാനിനെ ലോക്ക്ഡൌൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എപ്പോൾ ലോക്ക് ഓപ്പൺ ആവുന്നു അപ്പോൾ അവിടെ കഴക്കൂട്ടത്ത് ഒരു അടിപൊളി സെൻട്രൽ ഹോട്ടൽ നമുക്ക്. അതെ അതെ അതെ, ഫ്രഷ് സെൻട്രൽ ഹോട്ടൽ അപ്പോൾ പേരിടാം കേട്ടോ. സെൻട്രൽ ഹോട്ടൽ തന്നെയാണ്. സെൻട്രൽ ഹോട്ടൽ തന്നെയാണ്. ദി നെയിം സേസ് ഇറ്റ്. അപ്പോൾ എന്തായാലും ആശയ്ക്ക് ഞാൻ എൻ്റെ പ്രോഗ്രാം ഇവിടെ നിന്ന് തന്നെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഫുഡൊക്കെ എന്തായാലും കഴിച്ചു നിറഞ്ഞു, 2 സ്ഥലത്തും കയറി. ഐ എം സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. ഞാൻ ഇടയ്ക്ക് ഇവിടെ എന്തായാലും വരും. ഒരിക്കൽ ഞാൻ രാത്രിയിൽ തിരിച്ച് ട്രാവൽ ചെയ്തപ്പോഴും ഇത് മാത്രം ഓപ്പൺ ആയിട്ട് കണ്ടുള്ളൂ. അന്ന് ഞാൻ ഷവർമ പാർസൽ വാങ്ങിയാൽ പോയത്. അപ്പോൾ എന്തായാലും പ്രേക്ഷകരെ, ഇന്ന് തൽക്കാലം 101 രുചി ഇടങ്ങൾ ഇവിടുന്ന് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓൾഡ് സെൻട്രൽ ഹോട്ടലും ന്യൂ സെൻട്രൽ ഹോട്ടലും നിങ്ങൾക്ക് പരിചയപ്പെട്ട് ഞാൻ തന്നിരിക്കുകയാണ്. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ കണ്ടുവിട്ടാതിരിക്കും. ബൈ ബൈ.